ഇനി മയക്കുമരുന്ന് തന്നെയാണ് പ്രശ്നമെങ്കിൽ, നമ്മുടെ കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സർക്കാരാണ്. ഇപ്പോൾ സർക്കാർ പറയും, ഇപ്പോൾ കുറച്ച് മുമ്പ് എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ടോ എന്തോ നടത്തിയിട്ട് 2500 കേസ് എടുത്തു എന്നൊക്കെ പറയുന്നു. ഈ കേസിൽ പിടിക്കപ്പെടുന്ന ആരാണ്? അതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കിങ് പിൻ ആയിട്ടുള്ള ആളുകൾ പിടിക്കാൻ കഴിയാത്തത്? ഒരു മാഫിയ സംഘം, അത് സർക്കാരിന് ഒരു തരത്തിലുള്ള ഗുണവും ഇതുകൊണ്ടില്ലല്ലോ. മയക്കുമരുന്ന് വിൽക്കുന്നതുകൊണ്ട് സർക്കാരിന് ടാക്സ് കിട്ടുന്നില്ല. ഇപ്പം മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നുണ്ട്, അതിന് ടാക്സ് കിട്ടുമെങ്കിൽ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വയ്ക്കാം. എന്തിനാണ് സർക്കാർ ഈ നടപടി എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ പ്രമുഖരെ പിടികൂടാത്തത്? ഇപ്പോൾ ഏത് ബിസിനസ്സിന് ഒരു സംസ്ഥാനത്ത് ഒരു പ്രമുഖനുണ്ടാവുമല്ലോ, അയാളുടെ കീഴിലായി കാർട്ടലുകൾ അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. ഈ കാർട്ടലുകളുടെ തലവൻ എന്തുകൊണ്ട് കാണുന്നില്ല? അവരെപ്പോഴും അദൃശ്യരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അവർക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും? കേരളത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. സർക്കാർ വിചാരിക്കുമ്പോൾ അത് കൃത്യമായി നിർത്താനും കഴിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മയക്കുമരുന്നിൻ്റെ തലവനെ പിടികൂടാൻ കഴിയാത്തത്? അതായത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു മാഫിയയ്ക്കും ഒരു സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനർത്ഥം കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിക്കുന്നത് പരൽ മീനുകളെയാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതേക്കുറിച്ച് സർക്കാർ സീരിയസ് ആണ്. മയക്കുമരുന്നാണ് ശരിക്കും പ്രശ്നമെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുകയും അതിൽ ആരാണോ അതിൻ്റെ വമ്പൻ സ്രവൾ അവരെ പിടിച്ച് അകത്തുകയും ചെയ്താൽ സംഭവം നിൽക്കും. 1. 2, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളെ അതിലേക്ക് ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻട്രാപ്മെൻ്റ് ആണ്. ആദ്യം അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് പണം വാങ്ങി ഈ സാധനം വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ് സർക്കാർ അതിനൊരു സ്ട്രാറ്റജി രൂപീകരിച്ച് ഒരു ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തണം അത് നിർത്തലാക്കാനുള്ള. ഇനി മറ്റൊന്ന്, നമ്മൾ മുമ്പ് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്ത പോലെ ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. ഈ സൈക്കോളജിസ്റ്റുകൾ നിരന്തരം ചൂണ്ടിക്കാട്ടുന്ന പോലെ ഡിജിറ്റൽ അഡിക്ഷൻ വഴി കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ. ആ സ്വഭാവ മാറ്റങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എമ്പതിയില്ലായ്മയാണ്. സഹജീവികളോടുള്ള ഒരു തരത്തിലുള്ള സ്നേഹമോ കാരുണ്യമോ ഇല്ലാതെ പെരുമാറുന്ന കുട്ടികളാണ്. അപ്പോൾ അത് നിർത്തലാക്കാൻ എന്ത് ചെയ്യണം? പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കുട്ടികളിലേക്ക് ഈ ഡിജിറ്റൽ എക്സ്പോഷർ കൂടിയ സാഹചര്യത്തിൽ, അവർ കൂടുതൽ അതിലേക്ക് അഡിക്റ്റ് ആവുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തടയിടാം? അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഉപയോഗിച്ചുള്ള പഠനം പ്രോത്സാഹിക്കുമ്പോൾ തന്നെ അത് കുട്ടികളിലേക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചർച്ചയോട് ചർച്ച. നാളെ വേറൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. മുഖ്യമന്ത്രി നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കും. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് വളരെ കരളലയിപ്പിക്കുന്ന കഥകൾ നിയമസഭയിൽ പറയും. നിയമസഭ അതിനുള്ള സ്ഥലമല്ല. അതൊക്കെ നമുക്ക് പുറത്തിറങ്ങി പറയാം. നിയമസഭയിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ ഉണ്ടാക്കുന്ന വ്യക്തമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കേണ്ടത്. അല്ലാണ്ട് പരസ്പരമുള്ള രാഷ്ട്രീയ കുറ്റാരോപണങ്ങളോ അതൊന്നും അല്ല വേണ്ടത്. എന്താണ് പ്രശ്നമെന്ന് പഠിക്കുക, നടപടി വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ക്രൈമിനെ കുറിച്ച്, കേരളത്തിലെ ഡ്രഗ്സിനെ 2022 ഇതേപോലെ ഒരു ചർച്ച നടന്നതാണ്. PC വിശ്വനാഥ് അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ റോജി എം ജോൺ ഇന്ന് അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2022 വിശ്വനാഥ് അത് അവതരിപ്പിച്ചു. 2025 സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രമേയ അവതാരകനും അത് തന്നെ പറയുന്നു, മറുപടി പറയുന്ന മുഖ്യമന്ത്രി അത് തന്നെ പറയുന്നു, ഇടപെട്ട് മന്ത്രിമാരും സെയിം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇത് പറയാനുള്ള സ്ഥലമല്ല, ഇതിങ്ങനെ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല അസംബ്ലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചർച്ചകളാണ് വേണ്ടത്. ഇനി അസംബ്ലി ചർച്ച ചെയ്യല്ല വേണ്ടത്. ഇനി സർക്കാർ, മിനിസ്ട്രി, ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്ത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയേ മതിയാവും. കാരണം അത് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രഗ്സ് ആണെങ്കിൽ ഇനി അതല്ല മറ്റെന്തെങ്കിലും സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നാളെയും ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി പതിവ് പോലെ ക്ഷുഭിതനാവും. പിന്നെ കുറേയൊക്കെ അദ്ദേഹം സംസാരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല.